സ്നേഹമോൾക്ക് ഇനിയും പഠിക്കണം, ഉയരങ്ങളെ കീഴടക്കണം, കൂട്ടുകാരെ പോലെ പാടുവാനും ചിത്രങ്ങൾ വരയ്ക്കാനും കഴിയണം. അതിനായി നാടിന്റെ സഹായം വേണം. SLE എന്ന അപൂർവ രോഗത്തിന്റെ പിടിയിലകപ്പെട്ട് ദുരിതത്തിലായ സ്നേഹ എന്ന 20-കാരിയാണ് തന്റെ ജീവൻ നിലനിർത്തുവാൻ സമൂഹത്തിന്റെ സഹായം ആവശ്യപ്പെടുന്നത്. ദിവസം മുഴുവൻ ശരീരമാകമാനം ഇടിച്ചു നുറുക്കിയ വേദന സമ്മാനിക്കുന്ന അപൂർവ രോഗത്തോട് പൊരുതുവാൻ സ്നേഹമോൾ ഒരുക്കമാണെങ്കിലും ഭാരിച്ച ചികിത്സാ ചിലവുകൾ താങ്ങുവാൻ നിർധന കുടുംബത്തിന് നിവൃത്തിയില്ല. വത്സമ്മയ്ക്ക് സ്നേഹമോളെ ഇപ്പോഴും 2 വയസ്സുള്ള കുട്ടിയെപ്പോലെ തന്നെ പരിപാലിക്കണം. ഭക്ഷണം കഴിക്കുവാനും കുളിക്കുവാനും കൈപിടിച്ച് നടത്തുവാനും അമ്മയുടെ സഹായം കൂടിയേ തീരൂ. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ശരീരം നുറുങ്ങുന്ന വേദന വരുമ്പോൾ അലറിക്കരയുന്ന സ്നേഹമോളെ ആശ്വസിപ്പിക്കുവാൻ അമ്മ എപ്പോഴും ഉണ്ടാവണം. വിദഗ്ധ ചികിത്സ ലഭിച്ചാൽ ഈ അപൂർവ രോഗത്തിന് ശമനം ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രോഗാവസ്ഥകൾ ശ്രദ്ധയിൽപ്പെട്ടത്. മെഡിക്കൽ കോളേജിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ SLE എന്ന അപൂർവ രോഗമാണെന്ന് കണ്ടെത്തി. ശരീരത്തിൽ രക്തം ഉൽപ്പാദിപ്പിക്കുന്ന അണുക്കളെ മറ്റുള്ള അണുക്കൾ തിന്നു തീർക്കുന്നതാണ് രോഗാവസ്ഥ. ഇതിനെ തുടർന്ന് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ അതീവ വേദന ഉണ്ടാവും. നടക്കുവാനോ ഇരിക്കുവാനോ സാധിക്കാത്ത അവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് രക്തം മാറേണ്ടി വരും. സംസ്ഥാനത്ത് 3 ആശുപത്രികളിൽ മാത്രമേ ഈ രോഗത്തിന് ചികിത്സയുള്ളൂ. അവസ്ഥ ഞാനിപ്പം 4 വർഷമായിട്ട് കണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന. മഴ ആയി കഴിഞ്ഞാൽ, തണുപ്പായി കഴിഞ്ഞാൽ ഉറങ്ങാൻ പോലും പറ്റുകയില്ല. അത് എപ്പോഴും തിരുമ്മിക്കൊണ്ടിരിക്കണം. കൈക്ക് അതുപോലെ തന്നെ തലയ്ക്കകത്ത് വേദന വരുമ്പോൾ ഐസ് തലയിൽ വെച്ച് എപ്പോഴും തണുപ്പിച്ചുകൊണ്ടിരിക്കണം. കാലും കൈയും എല്ലാം മാറി മാറി തിരുമണം. കൈ തിരുമുമ്പോൾ കാല് തിരുമാൻ പറയും, കാല് തിരുമുമ്പോൾ ശരീരം തിരുമാൻ പറയും. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാൻ. അവിടെ ഏത് സമയം ഒരു കുഞ്ഞു പിള്ളേരെ നോക്കുന്നത് പോലെ എപ്പോഴും എൻ്റെ ഒരു സഹായം അവൾക്ക് ആവശ്യം. അടുത്തുള്ളവരൊക്കെ അവരെ കൊണ്ട് പറ്റുന്നത് പോലൊക്കെ സഹായിച്ച് ഇത്രയും നാളും ഞങ്ങളുടെ ആശുപത്രി ചിലവൊക്കെ നടന്നു. പക്ഷേ ഇനിയും മുന്നോട്ട് ചികിത്സിക്കണമെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഒരു നിവർത്തി. കരുണാപുരം വണ്ടൻമേട് പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കുളത്തുംമേട്ടിലെ 5 സെന്റ് ഭൂമിയിലെ ചെറിയ വീട്ടിലാണ് സ്നേഹയും സഹോദരിയും അച്ഛനും അമ്മയും താമസിക്കുന്നത്. ആകെയുണ്ടായിരുന്ന 1 ഏക്കർ ഭൂമി വിറ്റ പണം കൊണ്ടാണ് ആദ്യഘട്ട ചികിത്സകൾ നടത്തിയത്. എന്നാൽ അതുകൊണ്ട് ഒന്നുമായില്ല. തുടർ ചികിത്സ നടത്തിയാൽ ഫലമുണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിലവിൽ നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും സഹായത്താലാണ് സ്നേഹയുടെ ചികിത്സകൾ പുരോഗമിക്കുന്നത്. തനിക്ക് പഠിക്കണമെന്നും മറ്റുള്ളവരെ പോലെ ജീവിക്കണമെന്നുമാണ് സ്നേഹയുടെ ആഗ്രഹം. ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് SLE എന്ന അസുഖമാണെന്ന് കണ്ടുപിടിച്ചത്. ബയോപ്സി ചെയ്ത് ഇവിടെയുള്ള സാധാരണ ഹോസ്പിറ്റലിലൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് വയ്യാതെ വന്ന് കൊണ്ടുപോയാലും അവിടുത്തെ ഡോക്ടേഴ്സിന് ഒക്കെ പേടിയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടോ. നിങ്ങളെവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അവിടെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ പറയും. അപ്പോൾ ഇടുക്കിയിൽ നിന്ന് അത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നതൊക്കെ ഒത്തിരി പാടാണ്. എനിക്ക് ബസ്സിലൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ തണുത്ത കാലാവസ്ഥയാകുമ്പോഴത്തേക്കിന് ജോയിൻറ്റിനെല്ലാം പെയിൻ വരും. അല്ലെങ്കിൽ തന്നെ ഈ അസുഖത്തിന് ജോയിൻറ്റ് പെയിൻ ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. കൈയും കാലും ഒക്കെ ഭയങ്കരമായിട്ട് നീര് വെക്കും. കൂലിപ്പണിക്കാരനായ അച്ഛൻ മണിയുടെ വരുമാനം കൊണ്ട് വീട്ടിലെ ചെലവുകൾ പോലും നടത്തുവാൻ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ ഈ കുട്ടിയും നമുക്കൊപ്പം സമൂഹത്തിൽ ജീവിക്കും. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.